പ്രിയമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വാക്കുകൾ സ്വിച്ച് വേർഡുകൾ നമ്മുടെ ശാരീരിക നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. വേറെ ഒന്നുമല്ല, പുകയിലയുടെ ഉപയോഗം നിർത്തുവാൻ സഹായിക്കുന്ന സ്വിച്ച് വേർഡുകൾ ആണ് ഈ വീഡിയോസിൽ പറയുന്നത്. ഞങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് ഒരാളുടെ ഈ ശീലം മാറുകയില്ല. ആളുകൾ പുകവലി തുടങ്ങുന്നതിന്റെ കാരണവും അത് നിർത്താൻ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണവും. പുകവലിക്കാരിൽ 3-2 പേർ പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഓരോ വർഷവും പകുതിയോളം പേർ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സഹായമില്ലാതെ വളരെ കുറച്ചുപേർ മാത്രമേ വിജയിക്കൂ. കാരണം നിക്കോട്ടിൻ പെരുമാറ്റത്തെയും മാനസികാവസ്ഥയെയും വികാരങ്ങളെയും ബാധിക്കുന്നു. കൊക്കൈൻ, മദ്യം തുടങ്ങിയ പദാർത്ഥങ്ങളോടുള്ള ആസക്തി പോലെ തന്നെ ശക്തമായ ഒരു ആസക്തിയും നിക്കോട്ടിൻ ആസക്തിയാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ചില ആളുകൾക്ക് പുകയില ഉപേക്ഷിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കാം. ആളുകൾ പുകയില ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന്റെ കാരണം പലതാണ്. മിക്ക പുകയില ഉപയോഗിക്കുന്ന ആളുകളും കൗമാരപ്രായത്തിൽ തന്നെ പുകയില ഉപയോഗിക്കാൻ തുടങ്ങുന്നു. യുവാക്കൾ ബാഹ്യ സ്വാധീനങ്ങളാൽ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. പുകയില ഉപയോഗിക്കുന്ന സംപ്രായക്കാർ, പുകയില ഉപയോഗിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ. സിനിമകളിലും ടിവിയിലും വീഡിയോ ഗെയിമുകളിലും സോഷ്യൽ മീഡിയയിലും പുകയില ഉപയോഗം, മിഠായിയുടെയോ പഴത്തിന്റെയോ രുചിയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഇളയവരെ ആകർഷിക്കുന്നു. ആകർഷിക്കാൻ ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന പുകയില മാർക്കറ്റിംഗ്, പുകവലി നിങ്ങളെ ക്ഷീണിപ്പിക്കുമെന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ. പുകയില ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, ഇതൊക്കെ പുകവലി എന്ന ദുശ്ശീലത്തിൽ എത്തിക്കുന്നു. പുകയില ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടായിരിക്കുന്നു? പുകയില നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നിക്കോട്ടിൻ പിൻവലിക്കലിന്റെ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. പിൻവലിക്കൽ ശാരീരികവും മാനസികവും വൈകാരികവുമാണ്. ശാരീരികമായി നിങ്ങളുടെ ശരീരം നിക്കോട്ടിൻ അഭാവത്തോട് പ്രതികരിക്കുന്നു. മാനസികമായി നിങ്ങളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം ആവശ്യമുള്ള ഒരു ശീലം ഉപേക്ഷിക്കേണ്ടിവരുന്നു. വൈകാരികമായി ആ ശീലം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അത് നിങ്ങളെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നതിനെക്കുറിച്ചും. നിങ്ങൾ പതിവായി പുകയില ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിർത്തുകയോ നിങ്ങൾ ഉപയോഗിക്കുന്ന പുകയിലയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. നിക്കോട്ടിൻ പിൻവലിക്കലിൽ അപകടമൊന്നുമില്ല, പക്ഷേ ലക്ഷണങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കാം. പിൻവലിക്കൽ ലക്ഷണങ്ങൾ സാധാരണയായി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിച്ച് ഏകദേശം 2 മുതൽ 3 ദിവസങ്ങൾക്ക് ശേഷം മിക്ക നിക്കോട്ടിനും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തും. പിൻവലിക്കൽ ലക്ഷണങ്ങൾ കുറച്ച് ദിവസം മുതൽ ആഴ്ചകൾ വരെ നീണ്ടുനിൽക്കും. നിങ്ങൾ പുകയില രഹിതമായി തുടരുന്ന ഓരോ ദിവസവും അവ മെച്ചപ്പെടും. നിക്കോട്ടിൻ പിൻവലിക്കൽ അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം നിർത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. 1. പുകയിലയോടുള്ള പ്രേരണകൾ അല്ലെങ്കിൽ ആസക്തികൾ. ക്ഷോഭം, നിരാശ അല്ലെങ്കിൽ വിഷാദം എന്നിവ അനുഭവപ്പെടുന്നു. 2. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട്. 3. വിശ്രമമോ വിരസതയോ അനുഭവപ്പെടുന്നു. 4. ഉറങ്ങാനും ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉറങ്ങാൻ ബുദ്ധിമുട്ട്. 5. ദുഃഖകരമായ സ്വപ്നങ്ങളോ പേടി സ്വപ്നങ്ങളോ കാണുന്നു. 6. കൂടുതൽ വിശപ്പ് അനുഭവപ്പെടുന്നു. 7. ഭാരം കൂടുന്നു. 8. ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. 9. ദുഃഖമോ വിഷാദമോ അനുഭവപ്പെടുന്നു. 10. ചുമ. 11. വായ് അൾസർ. 12. തലവേദന. ഈ ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. അവ നിങ്ങളെ വീണ്ടും പുകയില ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. എന്നേക്കുമായി ഉപേക്ഷിക്കാൻ മിക്ക ആളുകളും നിരവധി ശ്രമങ്ങൾ എടുക്കും. പലരും ഈ ശ്രമത്തിൽ വിജയം നേടുകയും സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ പുകവലിയും പുകയിലയുടെ ഉപയോഗവും നിർത്തുവാൻ ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ടാകും. അവർക്ക് പക്ഷേ അത് നിർത്തുവാൻ സ്വയം കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ സ്വിച്ച് വേർഡുകൾ ജപിച്ചാൽ തീർച്ചയായും ഫലം കിട്ടുകയും അവർക്ക് ഈ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ കഴിയുകയും ചെയ്യും എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ എത്തിക്കുക എന്നതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് 51 തവണ നിങ്ങൾ വിശ്വാസത്തോടെ ഈ സ്വിച്ച് വേർഡുകൾ ജപിക്കുക. നിങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ നിർത്തിയതിനു ശേഷമുള്ള സന്തോഷം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക. നിങ്ങളുടെ അടുത്തുള്ള പുകവലിക്കാർ അല്ലാത്തവരുടെ നേട്ടം കൂടെ മനസ്സിൽ ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഊർജ്ജത്തെ ഒരു മാനത്തിൽ നിന്ന് മറ്റൊരു മാനത്തിലേക്ക് വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന വാക്കുകളാണ് സ്വിച്ച് വേർഡുകൾ. അതിനർത്ഥം വാക്കുകൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്നാണ്. സ്വിച്ച് വേർഡുകൾ ജപിക്കാൻ ഒരു നിശ്ചിത എണ്ണം സമയമില്ല. എന്നിരുന്നാലും പൊതുവായ ശുപാർശകളിൽ 11, 21, 28, 51 അല്ലെങ്കിൽ 108 തവണ ജപിക്കാവുന്നതാണ്. എന്നാൽ ചില സ്വിച്ച് വേർഡുകൾ 51 തവണയിൽ കുറയാതെ ജപിക്കേണ്ടതാണ്.
സ്വിച്ച് വാക്കുകൾ ജപിക്കുമ്പോൾ ശാന്തവും സുഖകരവുമായ ഒരു സ്ഥലം കണ്ടെത്തുന്നത് പ്രയോജനകരമാണ്, കാരണം അത് നിങ്ങളുടെ ഉദ്ദേശ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബന്ധപ്പെടാനും സഹായിക്കുന്നു. നിർദ്ദിഷ്ട സ്ഥലം വിപുലമായിരിക്കണമെന്നില്ല, പക്ഷേ അത് ശ്രദ്ധ വ്യതിചലനങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. അതുവഴി നിങ്ങൾക്ക് സ്വിച്ച് പദത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. വിശ്വാസമുള്ള ഏതൊരാൾക്കും ജപിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഗുണകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. വിശ്വസിക്കുക, ജപിക്കുക, നേടുക.